Coming to the last topic from the medicinal field, that is called vaccines. Okay, as we know that what is vaccine and what is the importance of vaccines അല്ലേ. ഇപ്പം നമുക്കൊക്കെ എടുത്തിട്ടുള്ളതാണ് വാക്സിൻസ്. ഇപ്പോൾ വാക്സിൻ എന്താണ്? എ പ്രിപ്പറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വീക്കെൻഡ് ക്യാൻ ജേംസ് ഓർ ഡെഡ് ജേം സബ്സ്റ്റൻസ് അല്ലേ. ഇപ്പോൾ ഒന്നെങ്കിൽ ആ വാക്സിനകത്തുള്ളത് എന്തായിരിക്കും? ഒന്നെങ്കിൽ അതൊരു വീക്കെൻഡായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത ഒരു ജേം ആയിരിക്കാം, അതല്ലെങ്കിൽ ഡെഡ് ജേം സബ്സ്റ്റൻസ് ആയിരിക്കാം ആ വാക്സിനകത്ത് ഉള്ളത്. ആൻഡ് ദാറ്റ് വാക്സിൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് വാക്സിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂഷൻ ഓഫ് വീക്കെൻഡ് ജേംസ് ഓർ ഡെഡ് ജേം സബ്സ്റ്റൻസ് ഇൻ ടു ദ ബോഡി ഫോർ ഡെവലപ്പിംഗ് ദ റെസിസ്റ്റൻസ് ടു എ പർട്ടിക്കുലർ ഡിസീസ്. ഒരു പർട്ടിക്കുലർ ഡിസീസിനെ എഗനസ്റ്റായിട്ടാണ് നമ്മളൊരു പർട്ടിക്കുലർ വാക്സിൻ എടുക്കുന്നത്. അല്ല എല്ലാ വാക്സിനും ഒരേ ഡിസീസിന് എഗനസ്റ്റായിട്ടാണോ എടുക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BCG വാക്സിൻ എടുക്കും. എന്തിനെതിരെയാണ് നമ്മൾ BCG വാക്സിൻ എടുക്കുന്നത്? യെസ്, ഓഫ് കോഴ്സ് എഗനസ്റ്റ് ഫോർ ട്യൂബർകുലോസിസ് അല്ലേ. ബൈ ബർത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നതാണ് BCG വാക്സിൻ. ട്യൂബർകുലോസിസിനെതിരെയായിട്ടാണ് നമ്മൾ BCG വാക്സിൻ എടുക്കുന്നത്. അത് ബാക്കി എല്ലാം ഡിസീസിന് എതിരെയായിട്ട് എടുക്കുന്നതാണോ? അല്ല. അപ്പോൾ ഒരു പർട്ടിക്കുലറായിട്ടൊരു ഡിസീസിന് എഗനസ്റ്റായിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ വാക്സിന് എടുക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വീക്കെൻഡ് ജേംസ് ഓർ ഡെഡ് ജേം സബ്സ്റ്റൻസസ് ഇൻ ടു ദ ബോഡി ഫോർ ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു എ പർട്ടിക്കുലർ ഡിസീസ്. ക്ലിയർ? ആൻഡ് വാക്സിൻസ് ആർ അവൈലബിൾ ഫോർ എ വെറൈറ്റി ഓഫ് ഡിസീസ് സച്ച് ആസ് കോളറ, ടൈഫോയിഡ്, മീസൽസ്, ചിക്കൻ ബോക്സ് എക്സെട്ര. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസീസിനൊക്കെ എഗനസ്റ്റായിട്ട് വാക്സിൻസ് പ്രസൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഓൺ ഇൻജെക്റ്റിംഗ് ദം ഇൻ ടു ദ ബോഡി ഓഫ് ദ പേഴ്സൺ ഗെറ്റ് ഡിസീസ് ഇൻ മൈൽഡ് ഫോം ആൻഡ് ഹിസ് ബോഡി ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ടു പ്രൊഡ്യൂസ് ആൻറ്റിടോക്സിൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ പേഴ്സണിൽ ആ വാക്സിൻ എടുക്കുമ്പോൾ ആ പേഴ്സണിൽ ആ ഡിസീസ് മൈൽഡായിട്ട് പ്രസൻ്റ് ആയിരിക്കും. അറ്റ് ദാറ്റ് ടൈം അവർ ബോഡി ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ടു പ്രൊഡ്യൂസ് ആൻ ആൻറ്റിടോക്സിൻ എഗനസ്റ്റ് ദാറ്റ് ഡിസീസ്. അപ്പം നമ്മുടെ ബോഡി അന്നേരം ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അതൊരു മൈൽഡായിട്ട് ആ ഡിസീസ് നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? അതിന് എഗനസ്റ്റായിട്ട് ആ ഡിസീസിന് എഗനസ്റ്റായിട്ടുള്ള ആൻറ്റിടോക്സിനെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, and the antitoxin provide immunity against any further attack of a particular disease germ. As a result, the antitoxin നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിടോക്സിന് നല്ല ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഡിസീസിനെതിരെയായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധ ശക്തിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ എഗനസ്റ്റ് എനി ഫർദർ അറ്റാക്ക് ഓഫ് ദ പർട്ടിക്കുലർ germs. Okay, that is called a antitoxin. Once again I repeat, antitoxin, a substance produced in the animal body which react with the poison or the toxic substance produced by invading germs. Okay, in your textbook 2 common vaccines are mentioned, that is 2 common vaccines produced by the bacteria. That is very important. You should learn or cite these examples also. Okay, the killed bacteria, that is called a TAB vaccine. ടാബ് വാക്സിൻ കൊടുക്കുന്നത് ടൈഫോയിഡിന് എഗനസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ ഐ ടോൾഡ് യു ദാറ്റ് ദ BCG വാക്സിൻ ഫോർ എഗനസ്റ്റ് ട്യൂബർകുലോസിസ്. അവിടെ യൂസ് ചെയ്യുന്നത് ലിവിങ് ആയിട്ടുള്ള വീക്കെൻഡ് ബാക്ടീരിയ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ഫോർ എഗനസ്റ്റ് ട്യൂബർകുലോസിസ്. സോ യു ഷുഡ് സൈറ്റ് ദീസ് എക്സാമ്പിൾസ് ടു. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ യൂസ്ഫുൾ റോൾ ഇൻ ദ ബാക്ടീരിയ ഇൻ മെഡിസിൻസ്. That topic is over. Okay, today I wind up the class. Thank you all.